എൻ്റെ മോനും അതെന്തോ ഒരു ഫോക്സ് ആണ് തോന്നുന്നു. ഫോക്സ് മസിൽസൊക്കെ കണ്ടോ ഗൈസ്, എന്താ സാധനം. ഹലോ ഗായ്സ്, നമ്മളിന്ന് കളിക്കുന്നത് ഒരു ഹണ്ടിങ് ഗെയിമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ ഒരു ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ ഇതിൽ ആക്ച്വലി കുറേ മൃഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താ ഒരു മൃഗം കാണാനില്ല, ഒരു മൃഗവും ഇല്ല ഇവിടെ. മൃഗങ്ങളെ അപ്പോൾ നിങ്ങൾ ഇതാ നോക്കിക്കഴിഞ്ഞു പറഞ്ഞത് അവിടെ ഒരു ആടുണ്ട്, പിന്നെ ഇതാ അവിടെ വീണ്ടും ഒരു ആടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു ആടുണ്ട്. അതുപോലെ ആടുകൾ മാത്രമല്ലാണ്ട് ഇതിൽ കുറേ വേറെ മൃഗങ്ങളുണ്ട്. ഇതാ അത് വേറെന്തോ ഒരു മൃഗമാണ്, എനിക്ക് അതിൻ്റെ പേരറിയില്ല. അപ്പോൾ ഈ ഗെയിമിൽ കുറേ മൃഗങ്ങളുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഹണ്ടിങ് ഗെയിം അത്രയേ ഉള്ളൂ. ബട്ട് ഇന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ ഇതിൽ കരടിയുണ്ട്. അപ്പോൾ നമുക്ക് ആ കരടീനെ ഹണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഗെയിമിലത്തെ ഒബ്ജക്റ്റീവ്. ഓക്കെ, പിന്നെ പറയാനാണെങ്കിൽ ഈ ഗെയിം ആക്ച്വലി നല്ലൊരു ചന്തമുള്ളൊരു ഗെയിമാണ്. എന്താ ചന്തം പറഞ്ഞാൽ ചന്തക്കൊടമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ കരടിനെ കൊല്ലുമ്പോട്ട് അങ്ങനെയും മിണ്ടാണ്ടിരിക്കില്ല. വേറെ ഏത് സാധനം കണ്ടാലും പിന്നെ അതിൻ്റെ കഥ കഴിയും. കാരണം നമ്മളെ കണ്ടാൽ പിന്നെ അത് മരണത്തിന് കാണുന്ന പോലെയാണ്. അയ്യോ, അത് മിസ്സായി, 8 തലയിൽ മിസ്സായി, അത് 3 തിരുണ്ട്, അതെന്തായാലും ചാവില്ല. ഷിറ്റ്. തുടക്കത്തിലത്തെ ഹണ്ടിങ് ഭയങ്കര മൂഞ്ചിയ തുടക്കമാണ്. ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ വെടിയൊന്നും കണ്ടില്ല. ചത്ത അത് ആക്ച്വലി അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഗൈസ്. ഞാനത് ശരിക്കും ചാവെന്ന് വിചാരിച്ചില്ല. എൻ്റെ എയിമിങ് അത്രയും മൂഞ്ചിയതായതുകൊണ്ട് ഇങ്ങനെയാണ് ആക്ച്വലി ഒരു മൃഗം ചാവേണ്ടത്. പിന്നെ ഇതാ ഈ വെടിവെക്കുന്ന ശബ്ദം കേട്ടു പറഞ്ഞാൽ ഇതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓടിയൊക്കെ പോവും. അത്യാവശ്യത്തിന് ഒരു നല്ല ഗെയിമൊക്കെ തന്നെയാണ്. ഇതാ ഞാൻ പറയാം, ബിക്കോസ് ഈ ആട് ചാവാൻ കാരണം ഞാൻ വല്ല ഇതാക്കണ്ട ഹാർട്ട് എന്നെ കൊണ്ട് വയ്യ. എൻ്റെ സ്കിൽസൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും പറയാ ഈ സ്കിൽസൊക്കെ വെച്ചിട്ട്. ഫ്ലാഷ് ബാക്ക്. അയ്യോ, അത് മിസ്സായി, 8 തലയിൽ മിസ്സായി, അത് 3 തിരുന്നുണ്ട്, അതെന്തായാലും ചാവില്ല. എൻ്റെ സ്കിൽസ് മെയിൻ ആയത് കാരണം ഒരു ബുള്ളറ്റിൽ ഹാർട്ടാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഈ ഷീപ്പിൻ്റെ പേര് ബിഗ് ഹോൺ ഷീപ്പ്. റെയർനെസ് 76.9, ഒരു ജെൻഡർ മെയിലാണ്, വെയിറ്റ് ബ്ലാ 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 ബ്ലാ, ഡിസ്റ്റൻസ് 30 യാർഡേ ഉള്ളൂ, ഒരു ബുള്ളറ്റ് ഹാർട്ട് ഷോട്ട്, ഒന്നും പറയാനില്ല. പക്ഷെ നമ്മളെന്തായാലും ഇതിനെ ബിഗ് ഹോൺ ഷീപ്പ് എന്നൊന്നും വിളിക്കില്ല, ആട് എന്ന് വിളിക്കും. അത്രയൊക്കെ വിളിച്ചാൽ മതി ഇതിനെ, അല്ലാണ്ട് വലുത് ബിഗ് ഹോൺ ഷീപ്പാ അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ നമ്മൾ അവിടെ ഒരു മാടിനെയും വെടിവെച്ചിട്ടിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ വിചാരിച്ചില്ല ചാവുന്നു, എന്നാലും ചത്തല്ലോ. അപ്പം പിന്നെ അതും നമ്മുടെ ഒരു കഴിവൊക്കെ തന്നെ. ആക്ച്വലി ഞാൻ പിന്നെ ഒരു കഴിവ് കൂടിയ ഒരാളായത് കാരണം പിന്നെ ഒന്നും ഇതും ആക്ച്വലി ഓർഗൻ ഷോട്ടായിരുന്നു, അതുകൊണ്ടാണ് ചത്തത്. ഞാനും സർപ്രൈസ് ആയി ഇത് ചത്തു, കാരണം ഇത് ഓർഗൻ ഷോട്ടാണ്. ഓർഗൻ ഷോട്ടൊന്നും അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചാവുമൊന്നുമില്ല, ഒരു 2-3 ഷോട്ടൊക്കെ വേണം. എന്താ മുകളിൽ കൂടെ എന്തൊക്കെയോ പരുന്താ തത്തയല്ല, എന്താണ് താറാവൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. പിന്നെ അതാ ഇതിൽ ട്രഷർ ചെസ്റ്റൊക്കെ ഉണ്ട്. ട്രഷർ ചെസ്റ്റൊക്കെ ഓസിക്ക് പൈസ കിട്ടുന്ന സാധനം തന്നെ, അതൊന്നും മിസ്സാക്കാനേ പറ്റില്ല. അത് കണ്ടു പറഞ്ഞാൽ എടുക്കുകയല്ലേ. ഓസിക്ക് 100 രൂപ, താങ്ക് യു ഫോർ ഓസിക്ക് 100 രൂപ. പിന്നെ ഇത് ശരിക്കും നമ്മൾ മറ്റു മൃഗങ്ങളുടെ ഹണ്ടിനെയും കാട്ടിയും നല്ലത് ഈ ട്രഷർ ചെസ്റ്റിനൊക്കെ ഹണ്ട് ചെയ്യുന്നതാണ്. ഓസിക്ക് 100 രൂപ കിട്ടുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. 50 രൂപ, നല്ല കാര്യം. നമ്മൾ പിന്നെ ഈ ഈഗിളിൻ്റെ സാധനം സൈഡിൽ തിളങ്ങുന്നുണ്ട്, അത് ഈ തൊട്ട് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ചുറ്റുമുള്ള എല്ലാ മൃഗങ്ങളുടെയും ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ,
ഓക്കെ, ഇത് അങ്ങനെ പിടിച്ചു പറഞ്ഞാൽ മാപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വലിയ മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ കുറേ മൃഗങ്ങളിലൊന്ന് നമുക്ക് ആരോ മാർക്ക് കാണാൻ പറ്റും. അപ്പം പിന്നെ ആരോ മാർക്കിൻ്റെ അവിടെ പോവുക. അത് മിക്കവാറും ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് മൃഗങ്ങളായിരിക്കും. അതുകൊണ്ടാണല്ലോ അതിങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇതാണെന്ന് നോക്കാം. അത് മറ്റേ ഒരു മൂസ അങ്ങനെ എന്തോ പറഞ്ഞൊരു മൃഗമാണ്. അത് വലിയ കാര്യമില്ല. എന്തിപ്പോ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ശരിക്കും വേണ്ടത് മറ്റേ ഇതിനെയാണ്, കരടിയാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ബാക്കി എല്ലാം സൈഡ് ഒബ്ജക്റ്റീവാണ്. ബാക്കിയൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഇതിൽ മറ്റേ ബൈസൺ പറയുന്ന സാധനമുണ്ട്. അത് ഭയങ്കര വലിയൊരു കാളയാണ്, ഫുൾ മസ്കുലർ കാള. മറ്റേ ബാഹുബലി സിനിമയിലുണ്ടല്ലോ, മസിൽസ് ആയിട്ട് വലിയൊരു സാധനമാണ്. അതിന് കിട്ടിയാലും വലിയ കുഴപ്പമില്ല. ഇതെന്ത് പാടേ, എവിടെ നോക്കിയാലും ആടാണല്ലോ, മൃഗങ്ങളൊന്നുമില്ല, ആട് മാത്രമേ ഉള്ളൂ ഈ ഗെയിമിൽ. ഇവനാണെങ്കിൽ ഒരു അര കിലോമീറ്റർ ഇല്ല, 100 മീറ്റർ ഓടുമ്പോഴേക്കും ക്ഷീണിച്ച് ഊപ്പാടിളകും. ഇവൻ ഊപ്പാടിളകി ഇവൻ ഈ കഥയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് 1 കിലോമീറ്റർ ദൂരമുള്ള മൃഗം വരെ ഓടിപ്പോവും. ഇതോ ആടുകളെ കൊണ്ടൊരു ശല്യം ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് വയ്യ. ഇതെന്താണ്? പിന്നെ ഫുഡ് പ്രിൻസ് ഉണ്ട്. ഇത് എന്താ ഒരു മൃഗം? നമുക്ക് ഇത് കരടിയൊന്നുമല്ല, അത് കാരണം നോ ഇൻട്രസ്റ്റ്. അമ്മോ, ഇവന് ഈ കഥച്ചിട്ട് ശരിക്കും നമ്മുടെ ഈ സ്റ്റാമിനയൊക്കെ കൂട്ടാൻ പറ്റും ഗൈസ്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഗെയിം കയറ്റിയതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി ലെവൽ 1 അത് കാരണം നമ്മുടെ സ്റ്റാമിനയും പൈസയും എല്ലാം ഭയങ്കര ലോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കി പറഞ്ഞാൽ നമ്മുടെ സ്റ്റാമിനയൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു ഗണ്ണൊക്കെ വാങ്ങാം. ഇവിടെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലെവൽ 1ത്തെ ഒരു സാധാ ഗണ്ണാണ് നമ്മളിപ്പോൾ പിടിച്ച് നിൽക്കുന്നത്. അതല്ലാണ്ട് വലിയ നല്ല ഗണ്ണൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അതെന്തൊക്കെയോ കുറുക്കനൊക്കെ ഗൈസ്, എൻ്റെ പൊന്നു, അതെന്തോ ഒരു ഫോക്സ് ആണ് തോന്നുന്നു. ഫോക്സ് നൈസായിട്ട് പോയിട്ട് പിടിക്കാം. പിന്നെ നമ്മളത് പോണ സമയത്ത് പിന്നെ അതിൻ്റെ ഇങ്ങനെ ബ്ലഡൊക്കെ പോകണ തന്നെ നമുക്കത് എവിടെയും പോയി മിസ്സാവുമൊന്നും ആവില്ല. അത് നമുക്ക് അതിന് പിന്നാലെ പോയി വന്നാലേ നമുക്ക് ആ അനിമൽ എവിടെയെന്ന് കാണാൻ പറ്റും. നമുക്കൊരു ലോങ് ഷോട്ട് വയ്ക്കാം. എൻ്റെ സ്കിൽസൊക്കെ ഞാൻ എന്ത് പറയും ഗൈസ്, ഇതൊക്കെ ഒന്നുമേ അല്ല. ഇതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ ബൈസൺ. മറ്റേ മസിൽസൊക്കെ കണ്ടോ ഗൈസ്, എന്താ സാധനം. മറ്റേ ബാഹുബലിയിൽ വന്ന സാധനം ഇതാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല, എന്നാലും പറയണം ഭയങ്കര മസിലുള്ള ഭയങ്കര വലിയ സാധനമാണ്. നമുക്ക് ഇതിനെയൊന്ന് എയിം ചെയ്തിട്ട് എല്ലാം കൂടി ഓട്ട് തന്നെ, എന്താ പോലെ ഓട്ടപ്പന്തയം പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫോക്സിനെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈസൻ്റെ പിന്നാലെ പോവുക. പിന്നെ കരടിനെ കണ്ടു പറഞ്ഞാൽ എൻ്റെ ഷോട്ട്സൊക്കെ ഞാൻ എന്ത് പറയും ഗൈസ്, എല്ലാം ലങ് ഷോട്ടാണ്. ഓർഗലിൽ കൊണ്ടുപോകുന്ന പിന്നെ മറ്റേ മൃഗം തീർന്നു, അത് എന്തായാലും ചത്തു വീഴും. അപ്പോൾ നമുക്ക് എന്തായാലും സെല്ല് ചെയ്ത് വിടാം. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ കളിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതല്ല, അതാണ്. ഓ ഷിറ്റ്, ഒരു ബുള്ളറ്റ് തീരുന്ന സമയമാണ്.
ആടെ മാറി നിന്നോ, വെറുതെ ഈ ആടുങ്ങളാണ് പ്രശ്നം. നമുക്കൊരു ഭയങ്കര ലോങ് ഷോട്ട് നടത്താം. യെസ്, that's all your honor. that is my skills. what can I say? ഒന്നും പറയാനില്ല. വലിയ സ്കില്ലൊന്നുമല്ല ഇത്, എന്നാലും പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വെറുതെ പറയണ്ടേ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഗൈസ്. എൻ്റെ ദൈവമേ, ഇവൻ കഥയ്ക്കാൻ തുടങ്ങി. ഇനി ഇവൻ കഥയ്ക്കണത് നിർത്താൻ ഒരു 10 മിനിറ്റ് ആവും. ഇവൻ കഥയ്ക്കണം നിർത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈസൺ. എന്താ സാധനം, എൻ്റെ പൊന്നോ, ലുക്ക് ഉണ്ട് ഗൈസ്. എന്താ വലിയൊരു മൃഗമാണത്. എൻ്റെ ദൈവമേ, മെയിലാണ് തോന്നുന്നു, ആൺ ബൈസണാണ് തോന്നുന്നു. നോക്കട്ടെ. യെസ്, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. പ്രത്യേകിച്ച് അവിടെ ഓർഗൻസിലൊന്നും കൊണ്ടില്ല, എന്നാലും മറ്റേ 2 ബുള്ളറ്റ് കൊണ്ട് കാരണം ബ്ലീഡിങ് ആയിട്ട് ചത്തതാണത്. റെയർനെസ് 44, മെയില് ബ്ലാ ബ്ലാ ബ്ലാ. 2 ഷോട്ട് എടുത്തു, വലിയ ദൂരം പറഞ്ഞത് 100 യാർഡ് ദൂരത്ത്. കുഴപ്പമില്ല. ഓക്കെ, കരടി, വേർ ഇസ് മൈ കരടി? കരടീനൊന്നും കാണാനില്ല ഗൈസ്. ഇവിടെ ഫുൾ ബൈസണാണ് ഗൈസ്. ബൈസൺ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആക്ച്വലി ഇപ്പോഴേ ഏകദേശം ഭയങ്കര ലെങ്ത്ത് വന്നിട്ടുണ്ട്. കരടീനെ പിടിക്കാനാണ് ശരിക്കും വീഡിയോ ഉണ്ടാക്കിയത്, ബട്ട് കരടീനെ പിടിക്കാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. കരടീനൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ഈ ബൈസനോട് തന്നെ ഈ വീഡിയോ നിർത്താൻ പോവാണ്. കാരണം കരടീനെ തപ്പി നടന്നിട്ട് കരടീനെ കാണാൻ പറ്റിയില്ല. എന്തായാലും പിന്നെ ഗോൾഡ് എടുത്തിട്ട് പോവുക. ഗോൾഡ് അവിടെ ഗോൾഡ് എടുക്ക്. ഓക്കെ, അപ്പോൾ കരടി എന്തായാലും കിട്ടിയില്ല ഗൈസ്. അത് വേണമെങ്കിൽ പാർട്ട് 2 ഉണ്ടാക്കിയിട്ട് വേറെ വീഡിയോയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ ബൈ ഗൈസ്. ശരി എന്നാൽ. ഓക്കെ ബൈ.